സജ്ജനങ്ങളെ, ഇന്ന് ശനിപ്രദോഷം. പ്രദോഷവ്രത ശിവപ്രീതിക്കായി ആചരിക്കുന്ന ശ്രേഷ്ഠ കർമ്മങ്ങളിലൊന്നാണ് ചിങ്ങമാസത്തിലെ കർത്തപക്ഷ പ്രദോഷമാണ് ഇന്ന്. സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം ലഭിക്കുന്ന ദിനമാണ് ശനിപ്രദോഷം. 12 പ്രദോഷവ്രതം എടുത്ത ഫലം ഒറ്റ ശനിപ്രദോഷ വ്രതം എടുത്താൽ ലഭിക്കുമെന്നാണ് വിശ്വാസം. ശനിപ്രദോഷം ആഗസ്റ്റ് 31 ഇന്നാണ്. ശനിപ്രദോഷം അനുഷ്ഠിച്ചാൽ ഇരട്ടി ഫലം. ശനിപ്രദോഷം സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നേക്കാൾ ഇരട്ടി ഫലം തരും. ഭഗവാൻ ശിവശങ്കരന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് പ്രദോഷ ദിനം. ദോഷത്തെ ഇല്ലാതാക്കുക എന്നാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത്. ദേവിക്ക് പൗർണമി ദിനം പോലെ, വിഷ്ണുവിന് ഏകാദശി പോലെ, മഹാദേവന് പ്രാധാന്യമുള്ള ദിനമാണ് പ്രദോഷം. അന്നേ ദിവസം ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം, ദാരിദ്ര്യ ദുഃഖ ശമനം, ആയുരാരോഗ്യം, പാവമുക്തി, ഐശ്വര്യം, സത്കീർത്തി എന്നിവയെല്ലാമാണ് ഫലം. വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുന്നത് അതിവിശിഷ്ടമാണ്. കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായി ഒരു മാസം 2 പ്രദോഷങ്ങളുണ്ട്. 2 പ്രദോഷത്തിലും ഭക്തവ്രതം അനുഷ്ഠിക്കാറുമുണ്ട്. കറുത്ത പക്ഷത്തിലെ പ്രദോഷവ്രതം മാത്രം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. മെയ് 26 ശനിയാഴ്ച വരുന്ന കറുത്തപക്ഷ പ്രദോഷം ശനിപ്രദോഷമെന്ന് അറിയപ്പെടുന്നു. ശനിപ്രദോഷം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നതാണ് ശനിപ്രദോഷം. പ്രദോഷ സന്ധ്യയിൽ പാർവതീ ദേവിയുടെ സാന്നിധ്യത്തിൽ ശിവഭഗവാൻ നടരാജനായി നൃത്തം ചെയ്യുന്നു. ഈ അവസരത്തിൽ സകല ദേവീദേവന്മാരും അവിടെ സന്നിഹിതരാകുമെന്നാണ് പൂർണ്ണമായ വിശ്വാസം. പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരായിരിക്കുന്ന പ്രദോഷ സന്ധ്യയിൽ ശിവഭജനം നടത്തുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും മൂലം സന്താനലാഭം, ആയുരാരോഗ്യം, സന്തുഷ്ട കുടുംബജീവിതം എന്നിവ ഫലപ്രദം. സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രദോഷവ്രതം എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്ന് നോക്കാം. പ്രദോഷ ദിനത്തിൻ്റെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം. തലേന്ന് ഒരിക്കലൂണ് നിർബന്ധം. പ്രദോഷ ദിനത്തിൽ രാവിലെ പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തല കൊണ്ട് അർച്ചന, കൂവളമാല സമർപ്പണം, പുറകുവിളക്കിൽ എണ്ണ, ജലധാര എന്നിവ നടത്തുക. പകൽ മുഴുവൻ ഉപവാസം നിന്ന് അതിന് സാധിക്കാത്തവർക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേത്തിച്ചോറ് ഉണ്ണാം. പഞ്ചാക്ഷരി സ്തോത്രവും ശിവസഹസ്രനാമം, ശിവാഷ്ടകം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുക. ശിവപുരാണ പാരായണം നടത്തുന്നതും ഉത്തമം. എണ്ണ തേച്ച് കുളി പാടില്ല. സന്ധ്യയ്ക്ക് മുൻപായി കുളിച്ച് ശിവക്ഷേത്ര ദർശനം, പ്രദോഷ പൂജ, ദീപാരാധന ഇവയിൽ പങ്കുകൊള്ളുക. ഭഗവാനെ കരിക്ക് നേദിച്ച് അതിലെ ജലം സേവിക്കുക. അവിലോ മലരോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാം. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറ് വാങ്ങി കഴിക്കാവുന്നതാണ്. പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ചൊല്ലുക. ശിവ പഞ്ചാക്ഷരി മന്ത്രവും ഏറ്റവും ഉത്തമമാണ്.